ലോട്ടറി ഭീമൻ സാന്റിയാഗോ മാർട്ടിൻ ഇലക്ട്രൽ ബോണ്ട് രൂപത്തിൽ കോൺഗ്രസിന് കൈമാറിയത് 50 കോടി രൂപ. കർണാടകത്തിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന സർവേ ഫലങ്ങൾ വന്നതിന് പിന്നാലെയായിരുന്നു കൈമാറ്റം. സാന്റിയാഗോ മാർട്ടിൻ ലോട്ടറി മാഫിയാണെന്ന് ആരോപിച്ച് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഒരു കാലത്ത് പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. ഷീജയുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, ഓരോ നിമിഷത്തിലും ഈ ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇപ്പോൾ ഈ സാന്റിയാഗോ മാർട്ടിനെതിരെ തന്നെ പ്രക്ഷോഭങ്ങൾ നടത്തിയവർ അവിടെ നിന്നും ബോണ്ട് വാങ്ങിയ വിവരങ്ങൾ പുറത്തുവരുന്നു. എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? എപ്പോഴാണ് ഇവർ ബോണ്ട് വാങ്ങിയ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാണോ? തീർച്ചയായും കീർത്തി, ഏതായാലും ലോട്ടറി ഭീമൻ, അതായത് വ്യാജ ലോട്ടറി തട്ടിപ്പ് ഭീമൻ സാന്റിയാഗോ മാർട്ടിൻ എന്നൊരു കാലത്ത് മുദ്രാവാക്യം വിളിച്ചവരാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ എന്ന് പറയുന്നത്. ഒപ്പം തന്നെ VS സർക്കാരിന്റെ കാലത്ത് അന്ന് ധനമന്ത്രിയായിരുന്ന TM തോമസ് ഐസക്കിനെ അദ്ദേഹത്തിനെ പരസ്യമായി വെല്ലുവിളിക്കുകയും ചെയ്തു സംവാദത്തിന് VD സതീശൻ, അതായത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ഇത്തരത്തിൽ വലിയ ലോട്ടറിക്ക് വേണ്ടി വ്യാജ ലോട്ടറിക്കെതിരെ വലിയ പോരാട്ടം നടത്തിയവർ എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസുകാർ തന്നെയാണ് ഈ സാന്റിയാഗോ മാർട്ടിൻ നിന്നും ലോട്ടറി ഭീമനായിട്ടുള്ള സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും 50 കോടി രൂപ കോഴയായി വാങ്ങിയിരിക്കുന്നത് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് ആ ഒരു ഘട്ടത്തിലാണ് ഇലക്ട്രൽ ബോണ്ട് രൂപേണ ഈ രീതിയിൽ അവർ 50 കോടി രൂപ കൈപ്പറ്റിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള കണക്കുകളിൽ വ്യക്തമാക്കുന്നത്. പ്രധാനമായും അവർ ലക്ഷ്യമിട്ടതൊന്നാണ്, അതായത് ഈ ലോട്ടറി തഴച്ചു വളരാൻ പറ്റുന്ന ഒരു സാഹചര്യം സംസ്ഥാന ഭരണമുള്ള പാർട്ടികളെ സ്വാധീനിച്ച് അവർക്ക് പണം നൽകുക, അതോടൊപ്പം തന്നെ ഈ കേന്ദ്ര ഏജൻസികളിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നതിന്റെ ഭാഗമായി BJPക്ക് പണം നൽകുക. ഈ രീതിയിൽ ലക്ഷ്യമിട്ടാണ് അവർ ഇലക്ട്രൽ ബോണ്ട് രൂപേണ സാന്റിയാഗോ മാർട്ടിൻ തുക കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിനും ഈ 50 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ സംസ്ഥാനത്തെ കോൺഗ്രസിന് ഇതിലുള്ള പങ്ക് എന്താണ് എന്നാണ് ഇനി പുറത്തു വരേണ്ടത്. കാരണം ഇത്തരത്തിൽ ഒരു തുക 50 കോടി രൂപ കോൺഗ്രസ് കർണാടകത്തിൽ സാന്റിയാഗോ മാർട്ടിൻ നൽകുമ്പോൾ ഇതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ കൂടിയാണ് സംശയത്തിന്റെ നിഴലിലാകുന്നത് എന്നുള്ളതിൽ സംശയമില്ല. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാണ് ഇതിൽ പ്രധാനമായും മറുപടി പറയേണ്ടത്. കാരണം അദ്ദേഹം തന്നെയാണ് അന്ന് വലിയ തോതിൽ വ്യാജ ലോട്ടറിക്കെതിരെ താൻ പ്രക്ഷോഭം നടത്തുന്ന വ്യക്തിയാണ് താൻ എന്നുള്ളൊരു വലിയ പരിവേഷമൊക്കെ സൃഷ്ടിക്കാൻ ശ്രമിച്ചതും വലിയ സമരങ്ങളൊക്കെ ഇവിടെ നടത്തുകയും നിയമസഭയ്ക്കകത്ത് പ്രക്ഷുബ്ധമാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ VD സതീശന്റെ പ്രതികരണം തന്നെയായിരിക്കും ഇതിൽ ഏറെ നിർണായകം എന്നുള്ളതിൽ സംശയമില്ല. ഒപ്പം തന്നെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് അത് തന്നെയാണിപ്പോൾ പുറത്തായിരിക്കുന്നത് എന്നതുകൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കാനുള്ളത്. കീർത്തി. ശരി, ഷീജയാണ് വിവരങ്ങൾ.